ഹലോ വ്യൂവേഴ്സ്, ഇതാണ് ഇപ്പോഴത്തെ എന്റെ ഹെയർ കെയർ റൊട്ടീന്. മാമഅർത്തിന്റെ ഈ കേരള താളിയുടെ ഹെയർ ഓയിൽ, ഷാംപൂ, കണ്ടീഷണർ, ഇങ്ങനെ ഒരു കോംബോയിൽ ഈ പ്രോഡക്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തതായിരുന്നു, പക്ഷെ എന്റെ ഹെയർ പെട്ടെന്ന് തന്നെ പഴയ പോലെ ആയിട്ടുണ്ട്. നല്ല ഫ്രിസി ആൻഡ് ഡ്രൈയിങ് ഹെയർ ആണ്. അപ്പൊ ഹെയർ ഓയിൽ നമുക്ക് സാധാരണ മിക്ക ദിവസങ്ങളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെയറിനെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ യൂഷ്വലി ഉള്ള ഹെയർ ഓയിലിന്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഷാംപൂ ഇട്ട് വാഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും, എപ്പോഴും ഒട്ടിപ്പിടിക്കുന്ന നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുമല്ലോ. ഈ ഹെയർ ഓയിലിന് പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, ഈസിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലും ഉണ്ട്. പിന്നെ നമുക്ക് ഷാമ്പു ഒന്നും ഉപയോഗിച്ചത് വാഷ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്കതങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നത്തില്ല. പിന്നെ ഈ കുളിച്ചൊക്കെ കഴിഞ്ഞാൽ ഷാമ്പു കിട്ട പോലെ തന്നെ മൈൽഡ് ആയിട്ടുള്ള ഒരു സ്മെല്ലും കൂടി ഉണ്ട്. ഇത് അത്യാവശ്യം കുഴപ്പമില്ല. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ ഹെയർ ഫോളിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആണ്, അതുകൊണ്ട് ആ ടാബ്ലറ്റ്സും എടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല, ചെറുതായിട്ട് ഹെയർ ഫോളിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓൾ ഓവർ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തു. ഹെയർ കെയർ മാത്രം പോരല്ലോ, സ്കിൻ കെയറും കൂടെ വേണ്ടേ. അങ്ങനെ ഞാൻ ഡോട്ട് ആൻഡ് ഗീയുടെ ഈ ഒരു ഫേസ് മാസ്ക് കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോ തരുന്ന ഒരു ഫേസ് മാസ്ക് ആണ്. ഞാനിപ്പോ ഒരു 2-3 മാസമായിട്ട് ഈ ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പക്ഷെ നമുക്ക് ഈ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചധികം നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കും ഉണ്ട്, അത് വെച്ചിട്ടാകുമ്പോഴത്തേനും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അങ്ങനെ അത് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫുൾ ഫേസിൽ. അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മൈക്രോ ഫൈബറിന്റെ ഈ ഒരു ക്ലോത്ത് ആണ്, ഹെയർ ഇങ്ങനെ നമുക്ക് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഹെയറിലെ വെള്ളമൊന്നും കംപ്ലീറ്റ് ആയിട്ട് അബ്സോർവ് ചെയ്യത്തില്ല, പക്ഷെ നമുക്കൊരു ആശ്വാസം, നമ്മുടെ ഹെയറിനെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് റാപ്പ് ചെയ്ത് വെക്കുന്നതാണ്. അങ്ങനെ അതൊക്കെ വെച്ച് ഹെയർ ഒക്കെ ഒന്ന് റാപ്പ് ചെയ്ത് വെച്ചു. ഇത് ഞാൻ ഏകദേശം ഒരു 30 മിനിറ്റ്സ് വെക്കുക. അപ്പോഴത്തേക്കിനും ജസ്റ്റ് വെള്ളം ഒന്ന് വലിഞ്ഞു കിട്ടും. കംപ്ലീറ്റ് ആയിട്ട് പോവോന്ന് ചോദിച്ചാലില്ല. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്